തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 2. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 3. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി TK മാധവൻ, ഓപ്ഷൻ ഡി AK ഗോപാലൻ, ഓപ്ഷൻ ഡി K രാമകൃഷ്ണപിള്ള. ഉത്തരമേതെന്ന് നോക്കാം. കേരളത്തിലെ പ്രശസ്തനായ നേതാവ് തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, AK ഗോപാലൻ. ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ പരിശീലിക്കുന്നതിനായി ടാലന്റ് അക്കാഡമിയുടെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ബയോയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 2. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 3. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി TK മാധവൻ, ഓപ്ഷൻ ഡി AK ഗോപാലൻ, ഓപ്ഷൻ ഡി K രാമകൃഷ്ണപിള്ള. ഉത്തരമേതെന്ന് നോക്കാം. കേരളത്തിലെ പ്രശസ്തനായ നേതാവ് തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, AK ഗോപാലൻ. ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ പരിശീലിക്കുന്നതിനായി ടാലന്റ് അക്കാഡമിയുടെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ബയോയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.